ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്താ ഇന്ന് പ്രത്യേകമായിട്ട് സ്തുതി? എന്താ ഇന്നത്തെ പ്രത്യേകത? ഇന്ന് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. ഇന്ന് ഞങ്ങളുടെ വിവാഹത്തിന്റെ 26ാം വർഷമാണ് അല്ലേ? വാർഷികം. ഉൽപ്പത്തി 2:18 പറയുന്നുണ്ട്, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല, അവന് ചേർന്ന ഇണയെ ആര് നൽകും? ഞാൻ നൽകും എന്ന് അറിഞ്ഞിരിക്കുന്നത്. അപ്പൊ ആരാ തന്നത്? ദൈവം. നമ്മുടെ കഴിവോ മിടുക്കോ അല്ല, നമ്മുടെ ഒരു ഉപകരണങ്ങൾ മാത്രമാണ്. അപ്പോൾ ഇന്ന് വിവാഹമൊക്കെ ആലോചിക്കുന്ന മക്കളോടുള്ള ഉപദേശം എന്താണ്? എന്താ ഉപദേശം? ദൈവം ചേർന്നേ നൽകും. ദൈവം നൽകും അല്ലേ? മാതാപിതാക്കളോട് വഴക്കിട്ടട്ട അല്ലെങ്കിൽ കല്യാണം ഇപ്പെങ്ങും വേണ്ടെന്നൊന്നും വെച്ചിട്ട് കാര്യമില്ല. അപ്പൊ യെശയ്യാ 34:16 പറയുന്നുണ്ട്, കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കുക, ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല. അവിടുന്ന് സൃഷ്ടിക്കുകയും കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു അല്ലേ? സൃഷ്ടിക്കുക മാത്രമല്ല, കൂട്ടിച്ചേർക്കുന്നതും ആരുടെ പണിയാ? ദൈവത്തിന്റെ പണിയാ. അപ്പൊ നമ്മൾ കാലം നീട്ടി വെറുതെ നോക്കിയിരുന്നാൽ മാത്രം മതിയാ? മാതാപിതാക്കൾ പ്രായമായിട്ടില്ല, പക്വത വന്നിട്ടില്ല, PSC ജോലി കിട്ടിയിട്ടില്ലെന്നും പറഞ്ഞിരിക്കാതെ സമയാസമയത്ത് പിടിച്ച് കെട്ടിക്കുക, ആണായാലും പെണ്ണായാലും അല്ലേ? നമ്മളെയൊക്കെ നമ്മുടെ മാതാപിതാക്കള് അവരുടെ സമയാസമയത്ത് എല്ലാം തികഞ്ഞിട്ടാണ് അത് ചെയ്തത്. ഒത്തിരി പ്രാരാബ്ദങ്ങളും ഉത്തരവാദിത്തങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും അല്ലേ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നിൻ്റെ ഇടയിൽ കൂടെ ഒരു തള്ളെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കാര്യങ്ങളും അവർ സമയാസമയത്ത് നിറവേറ്റി വിട്ട്. അപ്പം ജോളിയുടെ അപ്പച്ചനും അമ്മയും ഇപ്പോൾ ഉണ്ട്, അവർ കൊല്ലത്താണുള്ളത്. എൻ്റെ അപ്പനും പോയി, അമ്മയും പോയി, ഇളയ പെങ്ങളും പോയി അല്ലേ? അപ്പോൾ ഓരോ സമയത്ത് അവരവരുടെ കടമകൾ നിറവേറ്റാൻ സമയമായിട്ടില്ല എന്ന് മാതാപിതാക്കൾ പറഞ്ഞിരിക്കാതെ മാതാപിതാക്കൾക്കും ഇതൊരു ഓർമ്മ തരികയാണ്. അതുപോലെ മക്കളോടും മാതാപിതാക്കൾക്ക് എന്തുണ്ട്? ഒരു പദ്ധതിയുണ്ട്, ഒരു ഉത്തരവാദിത്വം ഉണ്ട് അല്ലേ? 128-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ദൈവ ഭക്തൻ ഇപ്രകാരം അനുഗ്രഹിക്കപ്പെടും അല്ലേ? നിന്റെ ഭവനത്തിൽ ഭാര്യ മുന്തിരിവള്ളി പോലെയും. ഇത് മുന്തിരിവള്ളിയുടെ പോലത്തെ ഒരു ഡിസൈനൊക്കെയാണല്ലോ ഉടുപ്പുമേല്. ചേട്ടൻ്റെ ഉടുപ്പിൽ നിറച്ച് കുപ്പിയും ഗ്ലാസിൻ്റെ ഒക്കെ പടമാണ് അല്ലേ? ഇതാര് മേടിച്ചെന്ന ഉടുപ്പൊക്കെ? ശ്രേയപ്പൻ്റെ. അതാണ്. പിള്ളേരൊക്കെ ഇപ്പൊ ഒപ്പത്തിനൊപ്പം ആയി. അപ്പൊ ഓരോ ആയതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉടുപ്പ് മേടിക്കാം. ആര് മേടിച്ചെന്ന്? ശ്രേയപ്പ് വർസാനം കൂടെയാണ് മേടിച്ചെന്നത്. സ്നേഹയും നിർമ്മലും കേക്കും പെർഫ്യൂമും സമ്മാനങ്ങളൊക്കെ ആയിട്ട് അവരും വന്നു. അനുഗ്രഹം എല്ലാം കൂടെ ചേർത്ത് അടിച്ചു പൊളിച്ച്. അപ്പൊ അത് ആരൊക്കെയാണെന്ന് പറഞ്ഞേക്കാൻ അറിയാത്തവർക്ക്, എനിക്ക് ഞങ്ങൾക്ക് അല്ലേ 3 മക്കളാണുള്ളത്, 2 പെണ്ണും ഒരാണും. അതില് 2 പേരുടെ വിവാഹം, മൂത്ത മകളുടെ പിന്നെ മൂത്ത മകൾ സ്നേഹ, പിന്നെ ശ്രേയസ്, ആ 2 പേരുടെയും വിവാഹം കഴിഞ്ഞു. ഇപ്പം മരുമകള് 5 മാസം ഗർഭിണിയാണ്. അപ്പൊ ഞങ്ങളുടെ വിവാഹത്തിന്റെ ജൂബിലി കഴിഞ്ഞ് 26ാമത്തെ വർഷത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കൊത്തിരി സന്തോഷമുള്ള കാര്യമാണ്. എല്ലാവരും പ്രാർത്ഥിക്കണം. ഞങ്ങൾ അപ്പൂപ്പനും അമ്മൂമ്മയും കൂടെ ആകാനായിട്ട് പോവുകയാണ്. നമ്മുടെ കുടുംബത്തില് മക്കളുടെ ആദ്യത്തെ ഒരു കൺമണി വരാനായിട്ട് പോവുകയാണ്. അപ്പൊ ഇനി അവരുടെയൊക്കെ ഇതുപോലെ വരും. ദൈവം അനുഗ്രഹിക്കും, ഉറപ്പാണ്. അപ്പം അനുഗ്രഹമേരി ഡിഗ്രി സെക്കൻഡ് ഇയറിലോട്ട് കടക്കും. BSc ഫിസിക്സ് ഫസ്റ്റ് ഇയർ പരീക്ഷ കഴിഞ്ഞു. തേവര കോളേജിലാണ് പഠിക്കുന്നത്. അപ്പം ഈ വചനപ്രഘോഷണ ശുശ്രൂഷയെ മാത്രം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ കാര്യങ്ങൾ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെ അറിയാൻ കുറച്ച് ആഗ്രഹമൊക്കെ എന്തായാലും എല്ലാവർക്കും ഉണ്ടാകും. അപ്പോൾ നമുക്കെല്ലാ മനുഷ്യൻ അങ്ങനെയാണ്. അല്ലാതെ വെറുതെ ഒരു ഏറ് പിടിച്ച പോലെ നമ്മൾ കുറേ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ശ്രേയസ് എന്താണ് അവൻ്റെ ജോലി? എന്താണ്? അവനൊരു ഫിറ്റ്നസ് സെൻറ്റർ, 1 അല്ല 2 ഫിറ്റ്നസ് സെൻറ്റർ ഉണ്ട്. ആള് ഫിറ്റ്നസ് ട്രെയിനറാണ്. ബോഡി ബിൽഡിങ് മിസ്റ്റർ കേരള ആണ്. നാഷണൽ ലെവൽ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യനാണ്. പവർ ലിഫ്റ്റിങ്ങും വെയ്റ്റ് ലിഫ്റ്റിങ്ങിലും ഉണ്ട്. കഴിഞ്ഞ ദിവസം കൂടെ ബാംഗ്ലൂർ പോയിട്ട് പവർ ലിഫ്റ്റിങ്ങിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടി. അപ്പോൾ ഈ ചെറുപ്രായത്തിൽ തന്നെ മക്കളുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ. പിന്നെ ഒരു വലിയ സന്തോഷം കൂടെ പറയട്ടെ, ഇപ്പൊ 26ാം വർഷത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ദൈവം എല്ലാ വിധത്തിലും അനുഗ്രഹിക്കുന്നു. സങ്കടങ്ങളൊക്കെ ഉണ്ട് അല്ലേ? സങ്കടങ്ങളൊന്നും ഇല്ലാത്ത. നിങ്ങൾ വിചാരിക്കുക ബ്രദറിന്റെ വീട്ടിലായിരുന്നെങ്കിൽ സുഖമായിരുന്നു, അല്ലെങ്കിൽ ഇവരുടെ വീട്ടിലെ ഒരാളെ, അങ്ങനെയൊക്കെ ചിലരൊന്നും പറയാറുണ്ട്. പക്ഷെ എല്ലാ മനുഷ്യർക്കും ഉള്ള പോലെ സങ്കടമുണ്ട്, സഹനങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്. അപകടങ്ങളിൽ നിന്ന് തന്നെ നമ്മൾ
അല്ലെ, തലനാരിഴക്ക് രക്ഷപ്പെട്ടു, ഗുരുതരമായ അപകടം പറ്റിയിട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടു, രണ്ടുപേർക്കും പറ്റിയിട്ടുണ്ട് ഇതുപോലെ തന്നെ. പിന്നെ ഞങ്ങൾ കുടുംബസമേതം ഗോവയിൽ ഫ്രാൻസ് സേവ്യർ പുണ്യാളൻ്റെ അവിടെ പോയി വന്ന വഴി എല്ലാം കൂടെ പോകണ്ടായിരുന്നു. ജീപ്പ് ഇങ്ങനെ മറിയണ പോലെ വന്നിട്ട് മീഡിയത്തുമേ കയറിയിട്ട് റോഡ് തീർന്നു പോയി, തിരിച്ച് നേരെ തന്നെ വീണിയതെന്ന് ചിലപ്പോൾ എല്ലാവർക്കും അറിയാൻ പാടില്ല. ഭയങ്കര അത്ഭുതമായി, ദൈവം രക്ഷപ്പെടുത്തി ഞങ്ങളെ കൊണ്ടുവന്നതാണ്. ഇങ്ങനെ കുടുംബത്തും ജീവിതത്തിലും നിങ്ങൾ ഓർക്കും നമുക്കൊക്കെ സുഖമാണ്, നിങ്ങൾക്കൊക്കെ ഇങ്ങനെ വചനമൊക്കെ പറഞ്ഞാൽ മതി. വചനത്തിൽ പറയുന്ന പോലെ വെട്ടിയൊരുക്കും, മുന്തിരിച്ചെടീനെ വെട്ടിയൊരുക്കണ എന്തിനാ? കൂടുതൽ ഫലം കായ്ക്കാൻ വേണ്ടി. ചിലപ്പോ ഇവന്റെ കാര്യം ഇതോടുകൂടെ പോയി, അല്ലെങ്കിൽ ഇവരുടെ കത്തിക്കൽ കഴിഞ്ഞ് ഇവർ ഇത്രയും വചനമൊക്കെ പറഞ്ഞു നടന്നിട്ട് എന്തുകൊണ്ടാ ഇവർക്ക് ഇങ്ങനെ എന്ന് വിചാരിക്കുന്ന തരത്തിലുള്ള സാധനങ്ങളിൽ കൂടെ, വെല്ലുവിളികളിൽ കൂടെ കടന്നു പോയി. ഇനി പെട്ടെന്നൊന്നും കയറി വരില്ല. ഭയങ്കരമായ വേദനകളിൽ സഹനങ്ങളിൽ കൂടെ കടന്നു പോയി. അപ്പോ പക്ഷെ അതിലൊക്കെ നമുക്കൊരു ഉയർച്ചയും വെച്ചടിച്ച പോലെ ദൈവം ഞങ്ങൾ ഐക്യത്തോടെ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു പ്രാർത്ഥനക്കാരനായ ഭർത്താവിനെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, ആഗ്രഹിച്ചിട്ടുണ്ട്? അങ്ങനെയൊന്നും ആഗ്രഹിച്ചിട്ടില്ല. നല്ല മനുഷ്യനായിരിക്കണം, കള്ളു കുടിക്കരുത്, പിന്നെ പാട്ട് ഓർഗൺ അങ്ങനൊക്കെ ഇഷ്ടമായിരുന്നു. പിന്നെ പ്രസംഗത്തോട് അങ്ങനെ പാട്ട് ഓർഗണൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. അങ്ങനൊക്കെ തന്നെ കിട്ടി. പിന്നെ ഒരു അഡീഷണൽ ആയിട്ട് പ്രസംഗിക്കുന്ന ആള്. അല്ല, പ്രസംഗിക്കണ കൊള്ളൂല്ലേ? പിന്നെ അടിപൊളിയല്ലേ, സൂപ്പർ. അവളാണ് എന്നെ പ്രസംഗത്തിലൊക്കെ മോട്ടിവേഷൻ തന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പൊന്നുരുന്നി കപ്പച്ചനാസനത്തിൽ ദൈവദാസൻ തിയോഫിനച്ചൻ്റെ, അതായത് ബിനോലിൻ കപ്പച്ചനച്ചൻ, നമ്മുടെ ഏറ്റവും അടുത്ത ഒരു ആത്മീയ ഗുരുവാണ്. കുടുംബ സുഹൃത്തും ആത്മീയ ഗുരുവും ആത്മീയ പിതാവും എല്ലാമാണ്. വളരെയധികം ഞങ്ങൾക്ക് പല പ്രതിസന്ധി ഘട്ടത്തിൽ അച്ഛൻ്റെ ആലപ്പുഴ IMS പ്രശാന്ത് അച്ഛൻ്റെ ആത്മീയ നേതൃത്വത്തിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള സ്നേഹമുള്ള വൈദികർ നമുക്കുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം അച്ഛൻ പറഞ്ഞതനുസരിച്ച് പൊന്നുരുന്നി കപ്പച്ചനാശ്രമത്തിൽ 100ാമത്തെ തിയോഫിൻ ധ്യാനം, തിയോഫിൻ അച്ഛൻ വിശുദ്ധ ഭാവിയില ഭാരതത്തിൻ്റെ ഭരണങ്ങാനമാണ്. എന്ന് പറഞ്ഞാൽ അധികം മുന്നോട്ട് പോകണ്ട, ഇപ്പോഴേ ഒത്തിരി തിരക്കും ജനപ്രവാഹവും എല്ലാമാണ്. അപ്പൊ മാസാദ്യ തിങ്കളാഴ്ചകളിൽ തിയോഫിൻ ധ്യാനത്തിന് പോകും. അപ്പൊ അതിൽ 100ാമത്തെ എപ്പിസോഡ്, ഇപ്പൊ 2ാമത്തെ അവസരമാണ് നമ്മുടെ നാട്ടിലുള്ള പൊന്നുരുന്നി കപ്പച്ചനാശ്രമത്തിൽ ഒരു ശുശ്രൂഷ ഈ തൊട്ടടുത്ത ദിവസം തന്നെയാണ് ചെയ്തത്. വചനത്തിനെ കുറിച്ചാണ്, ജീവിത വിജയത്തിന് ദൈവത്തിന്റെ വചനം. അപ്പൊ ഇന്ന് ഈ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി കൂടെ പോകുമ്പോഴേക്കും ജീവിതം വിജയിക്കണമെങ്കിൽ എന്ത് വേണം? വചനം തന്നെ വേണം. ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെടുകയില്ല. റോമ 9:6. പിന്നെ ഭർത്താവ് ഭാര്യനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? നമ്മളൊരിക്കലും വഴക്കൊന്നും ഇട്ടിട്ടില്ലേ? പിന്നെ വഴക്കിട്ട് ആരായിരിക്കും കൂടുന്നത്? പറയാനൊരു മടി. നമുക്ക് കൂടാനുള്ള കൃപയെ തന്നേക്കണം. അപ്പൊ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന പോലെ ഇണക്കവും പിണക്കവും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതെല്ലാം പിള്ളേർക്കും അങ്ങനെ തന്നെയാണ്. പിന്നെ കാര്യങ്ങളൊക്കെ എഴുതി വെക്കും അല്ലെ, എല്ലാ ദിവസവും വരവും ചെലവും എഴുതി വെക്കും. 10 പൈസ ആയാലും അങ്ങനെ ഒരു രീതി നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിച്ചിട്ടില്ലേ? അത് നമുക്ക് വളരെ സഹായകമാണ്. ചിലരൊക്കെ പറയും, കാരണം ഞങ്ങളുടെ വിവാഹത്തിന്റെ വാർഷികം ആഘോഷിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലെ ഞങ്ങളെ സഹായിക്കുന്ന ചില കാര്യങ്ങൾ, ഞങ്ങളുടെ ചില മെത്തേഡുകൾ പറഞ്ഞു തരികയാണ്. വരവിൽ കൂടുതൽ ചെലവാക്കരുത്. വരവും ചെലവും മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? വരവ് എഴുതി വെക്കണം. 10 രൂപയായാലും ഒരു പേജിൽ അല്ലെങ്കിൽ ഒരു ഡയറിയിൽ എല്ലാ മാസവും അങ്ങനെ ഒന്ന് സൂക്ഷിച്ചാൽ അനാവശ്യ ചെലവുകൾ കണ്ടുപിടിക്കാനും ചെലവുകൾ ചുരുക്കാനും കടബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ നോക്കി നിൽക്കണ നേരം കൊണ്ട് പതിയെ തീർക്കാൻ സാധിക്കും. പിന്നെ ഗുഡ് ഡെപ്റ്റ് ബാഡ് ഡെപ്റ്റ് എന്നുണ്ട്. അതായത് ഗുഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ, ഗുഡ് എന്ന് പറഞ്ഞാൽ എന്താ? നല്ലത്. അപ്പൊ ഗുഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ, ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ കടം അല്ലേ? അപ്പൊ നല്ല കടം, അങ്ങനത്തെ സാധ്യതയുണ്ടോ? നല്ല കടമുണ്ട്, ചീത്ത കടമുണ്ട്. അതായത് നമുക്ക് റിട്ടേൺ ഇല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഡെഡ് മണി ആയിട്ട് നമ്മളിപ്പോൾ കുറേ വില കൂടിയ കാറുകൾ മേടിക്കുന്നു, ഏറ്റവും വില കൂടിയ ഡ്രസ്സുകൾ മേടിക്കുന്നു, അല്ലെങ്കിൽ വീടുമേൽ തന്നെ കുറേ പൈസ ചിലവാക്കുന്നു. അതിൽ നിന്ന് വരുമാനം ഒന്നും ഇല്ലാത്ത ഒരു കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ അത് ബാഡ് ഡെപ്റ്റാണ് അല്ലേ? അതേസമയം നമ്മൾ വരുമാനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യം, ഇപ്പോൾ ഒരു ടാക്സി ഓടിക്കാൻ പോകണമെന്നല്ല കേട്ടോ ഒരു ഉദാഹരണം പറഞ്ഞത്. അല്ലെങ്കിൽ വീട്ടിൽ നമുക്ക് എക്സ്ട്രാ കിടക്കുന്ന സ്ഥലം നമ്മൾ എന്തിനു കൊടുക്കുന്നു? റെൻറ്റിന്, അല്ലെങ്കിൽ മറ്റേ പേയിങ് ഗസ്റ്റ് PG അതിനൊക്കെ കൊടുക്കുന്നു. ഞങ്ങൾ അങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് വരവ് ചെലവുകൾ ബാലൻസ് ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ
വരവ് കൂട്ടണം എന്ന് തോന്നുമ്പോൾ നമ്മുടെ സൗകര്യങ്ങൾ പരിമിതപ്പെടുത്തി അങ്ങനെയെല്ലാം ചെയ്താണ് എല്ലാവരും കഷ്ടപ്പെടും അല്ലെ. നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ പിടിച്ചു നിന്നതിന്റെ ഉയർന്നതിന്റെ കഷ്ടപ്പെടും. അപ്പൊ കാറ്ററിംഗിന്റെ പരിപാടി നമ്മള് ചെയ്യും. ഇന്നിപ്പോ എന്താ സ്പെഷ്യലി വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ചിക്കൻ ബിരിയാണി ഉണ്ട്. മലബാർ ചിക്കൻ ബിരിയാണി ഏത് പേര് പറഞ്ഞാൽ അതുണ്ടാക്കും. അതാണ് സ്പെഷ്യൽ. അപ്പൊ ബിരിയാണി കൊള്ളാം, സാധനം അടിപൊളിയല്ലേ. ജോളാപ്പിയല്ലേ ഉണ്ടാക്കിയ. പിന്നെ ബിരിയാണി ഉണ്ടാക്കി അത്യാവശ്യം കൊടുക്കേണ്ടവർക്ക് കൊടുത്തു. പിള്ളേര് കഴിച്ചു. ഇനി മക്കളെ 3 പേരും കൂടെ 3-4 പേരും കൂടെ സിനിമക്ക് പോയി. നിർമ്മലിന് നൈറ്റ് കഴിഞ്ഞതുകൊണ്ട് കിടന്നുറങ്ങണേണ്ട് ജോലിക്ക് കയറണം. അപ്പൊ അവര് സന്തോഷമായിട്ട് പോട്ടെ. അപ്പൊ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ദിവസം അവര് സിനിമക്ക് പോയേക്കണാണ്. ഞങ്ങളിപ്പോ വൈകിട്ട് പള്ളിയിൽ പോകണം. 5:30 മണിക്ക് പാലാരിവട്ടം സെയിന്റ് ജോൺ ബാപ്റ്റിസ്റ്റ് പള്ളിയിൽ 5:30 കുർബാനയുണ്ട്. അല്ലെങ്കിൽ 6 മണിക്ക് ആശ്രമത്തിൽ കൊപ്പച്ചിൻ ആശ്രമത്തിൽ പോകും. അങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിവിടെ മധ്യസ്ഥ പ്രാർത്ഥന ഉണ്ടായിരുന്നത്. എല്ലാ വെള്ളിയാഴ്ചയും ഉണ്ട്. അപ്പൊ ജോളി ഈ കുടുംബത്തിന്റെ അമ്മ മാത്രമല്ല, ഈ കൂട്ടായ്മയുടെ അമ്മയാണ്. എല്ലാ വെള്ളിയാഴ്ചയിലും മധ്യസ്ഥ പ്രാർത്ഥനക്ക് വരുന്നവർക്ക് എന്ത് കൊടുക്കണം? പ്രാർത്ഥനയിലും സപ്പോർട്ട് ചെയ്യണം. അതുപോലെ അവർക്ക് ചായയോ കോഫിയോ എന്തെങ്കിലും ഒരു സ്നാക്സ് ഒക്കെ കൊടുക്കണം. അറേഞ്ച്മെന്റ്സ് ചെയ്യണം. ചിലപ്പോൾ ചിലര് അത് കൊണ്ടുവരും. അതൊന്ന് മാനേജ് ചെയ്താൽ മതി. അതും കൂടാതെ എല്ലാ ദിവസവും ചെയ്യുന്ന എന്തുണ്ട് ഭക്ഷണപ്പൊതികള് അല്ലേ. പള്ളിയില് അച്ഛൻ ഉൾപ്പെടെയുള്ള അവിടെ നമ്മള് ഭക്ഷണപ്പൊതികൾ എത്തിക്കണം. അപ്പൊ അഭ്യുദയകാംക്ഷികളുടെ സഹായത്തോടെ കൂടുതൽ പാക്കറ്റുകളെല്ലാം നമ്മൾ തെരുവിലൊക്കെ കിടക്കുന്നവർക്ക് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ജീവിതത്തിൽ ഒരു ബ്ലെസ്സിങ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഒരു ഭാരമാണ് ഈ ഭക്ഷണം. 10-60,000 മേലെ ആളുകൾക്ക് പുറത്തുള്ളവർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത ആളാണ്. ഒരു ലാഭ കച്ചവടമല്ല. എന്താണ് സന്തോഷമാണ്, ഒരു മനസ്സിനൊരു സന്തോഷം. അപ്പൊ ഭർത്താവായ എന്റെ വശത്തുനിന്ന് എന്തെങ്കിലും അതുകൊണ്ടാണ് ഇത് കേട്ടോണ്ടിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരോട് ഒരു വാക്ക് ഇതാണ്: എല്ലാം ഭാര്യ ചെയ്യട്ടെ, എല്ലാം ഭർത്താവ് ചെയ്യട്ടെ. അങ്ങനെയല്ല. എന്ത് ചെയ്യണം? തന്നാലാവുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. എന്നാലും മാത്രമേ ജീവിതം വിജയിക്കുള്ളൂ. അപ്പൊ ഒരു ഭാര്യക്ക് വേണ്ടത് എന്താണ്? പ്രധാനമായിട്ട് വേണ്ട കാര്യം എന്താണ്? എന്താ വേണ്ടത്? ഇങ്ങനെ സ്നേഹം. ഒരു ഭാര്യ ഭർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ്? സ്നേഹം. ഒരു ഭർത്താവ് ആഗ്രഹിക്കുന്നത് എന്താണ്? സ്നേഹം. ഭർത്താവ് ആഗ്രഹിക്കുന്നത് എന്നെ ഒന്ന് മനസ്സിലാക്കണം. പലരും പറയുന്ന കാര്യം ഇതാണ് അല്ലെ. ഒരു ഭാര്യനെ മനസ്സിലാക്കി ഈ ജന്മം മുഴുവൻ ചോദിച്ചാലും തീരൂല്ല. സ്ത്രീ എന്ന് പറഞ്ഞാൽ കടല് പോലെയാണ്. പ്രഭാഷകന്റെ പുസ്തകം 25-ാം അധ്യായം, 26-ാം അധ്യായം, സുഭാഷിതം 31, 1 കൊറിന്തോസ് 7-ാം അധ്യായം ഒക്കെ എടുത്ത് വായിച്ചാൽ, 1 പത്രോസ് 3-ാം അധ്യായം ഒക്കെ എടുത്ത് വായിച്ചാൽ നമുക്കത് മനസ്സിലാവും. സ്ത്രീ ഒരു ബലഹീന മാത്രമാണ്. അതൊരു മോശം അർത്ഥത്തിലല്ല. ഇങ്ങനെ പറയും പെൺബുദ്ധി പിൻബുദ്ധി എന്ന് പറയും. പിൻബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? ദോഷത്തിലാണ്. ആണിന് പിടികിട്ടാത്ത അല്ലെങ്കിൽ പെട്ടിരിക്കുന്ന കാര്യങ്ങളിൽ ആർക്ക് ബുദ്ധി പ്രവർത്തിക്കും? പെണ്ണിന് പ്രവർത്തിക്കും. പലരുടെയും വിചാരം സ്ത്രീകൾ പറയുന്നത് എടുത്താൽ അവന്റെ കാര്യം പോയി, അല്ലെങ്കിൽ പെൺകോന്തനായി പോയി എന്നൊക്കെ പറഞ്ഞു പറയും. അങ്ങനെയാണോ? അല്ല. രണ്ടുപേരും കൂടെ ആലോചിച്ചും ഒക്കെ ചെയ്യുക. ഇനി മക്കള് എല്ലാ കാര്യവും അറിയണം. മക്കളെ അറിയേണ്ട കാര്യങ്ങൾ അവരെ അറിയിക്കണം. എല്ലാ കാര്യങ്ങളും മക്കളെ അറിയിച്ചാൽ അതും പ്രശ്നമാണ്. അറിയേണ്ട കാര്യങ്ങൾ നമ്മൾ ആലോചിക്കാറുണ്ട്. മക്കളോടൊക്കെ ആലോചന ചോദിച്ചിട്ടാണ് പ്രധാന കാര്യങ്ങളിലെല്ലാം നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാം. പ്രത്യേകിച്ച് ഇപ്പം അവർ നമ്മുടെ ഒപ്പത്തിനൊപ്പം അതിനേക്കാളും വലുതായി. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? പണ്ടത്തേനേക്കാൾ കുറച്ചും കൂടെ അടക്കോ ഒതുക്കോ ഒക്കെ പാലിച്ച് ചാടിക്കലൊക്കെ ഒതുക്കി മുന്നോട്ട് പോയാൽ ആർക്ക് നല്ലത്? നമ്മുടെ ആരോഗ്യത്തിനും എല്ലാത്തിനും നല്ലത്. എൻ്റെ കൂട്ടുകാരന് ഇന്നലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതാണ്. അവർ സ്റ്റേഷനിൽ എറണാകുളത്ത് ഒരു കേസ് വന്നതാണ്. അപ്പൻ മകന് ഇത് പൈലറ്റിൻ്റെ ടെസ്റ്റ് അതിൻ്റെ മെഡിക്കലിന് പോയിട്ട് എണ്ണ കൂടുതൽ കുറച്ച് ഉപയോഗിക്കാൻ പറഞ്ഞു. ഒരെണ്ണം പൊട്ടിപ്പോയി. അപ്പോൾ വീണ്ടും ചെല്ലാനായിട്ട് ചാൻസ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ വറുത്തതും പൊരിച്ച എണ്ണയൊക്കെ കുറച്ച് ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അവൻ അന്ന് രാവിലെയും കൂടെ വാശിക്ക് പുറത്തുനിന്ന് എണ്ണ മേടിച്ച് കഴിച്ചു. അപ്പോൾ കാറിന് പോകുമ്പോൾ അപ്പൻ ചോദിച്ചു, നീ എന്തായി കാണിക്കണത്?
എന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ അവന് അപ്പം പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ല. ദേഷ്യം കയറിയിട്ട് ഇടിവള കയ്യിൽ കിടപ്പുണ്ടായിട്ടിട്ട് അപ്പൻ്റെ തലക്കിട്ട് പടപടാന്നും പറഞ്ഞ് ഇടിച്ച് സ്റ്റേഷനിൽ കേസ് വന്ന് രണ്ടുപേരും വന്നിരിക്കുന്ന കാര്യം പറഞ്ഞു. അപ്പം ഇങ്ങനെയൊക്കെയാണ് മക്കളൊക്കെ വലുതായി വരുമ്പോൾ അവരെ പ്രകോപനമൊക്കെ ഉണ്ടാക്കരുത്, നയത്തിൽ കൈകാര്യം ചെയ്യണം. പണ്ടത്തെ പ്രായമല്ല, പണ്ടത്തെ കാലമല്ല, എല്ലാത്തിനും അവർക്ക് സ്വാതന്ത്ര്യങ്ങൾ കൊടുക്കണം എന്നല്ല, രോഗം അറിഞ്ഞ് ചികിത്സിക്കണം എന്നതുപോലെ. അതുപോലെ മക്കളോട് ഒരു ഫ്രണ്ട്സിനെ പോലെയൊക്കെ പെരുമാറണം. അങ്ങനെ വേണോ? നമ്മൾ വലിയ കൊമ്പന്മാരായിട്ട് അവിടെ ഇരുന്നാൽ അവിടെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി സന്തോഷമുണ്ട് ഈ കഴിഞ്ഞ കാര്യങ്ങൾ. ഒരുപാട് 5 നാഷണൽ ലെവൽ അവാർഡ് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞ നമ്മുടെ വീട്ടിൽ വന്ന് എനിക്കൊരെണ്ണം കിട്ടി. പങ്കാളിയുടെ അവളെ ഇറങ്ങൂല ജന്മം ചെയ്ത പങ്കാളിയുടെ സപ്പോർട്ടുണ്ട്. ഹൈദരാബാദിൽ വെച്ച് നടന്ന നാഷണൽ ലെവൽ. ഈ പ്രാർത്ഥനക്കാരന് എന്ത് കിട്ടും, ആര് തരാനാ, നിന്നെക്കൊണ്ട് എന്ത് പറ്റും, പോയി വല്ല പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു പറഞ്ഞ് പുച്ഛിച്ചവരും ആക്ഷേപിച്ചവരും ഉണ്ട്, നിനക്ക് എന്തറിയാമെന്ന്. പക്ഷേ അപ്പൻ്റെ അനുഗ്രഹം കൂടെ ഉണ്ടായിരുന്നേ. എന്നെ പട്ടാളത്തിൽ വിടാൻ വേണ്ടിയിട്ട് 3 വർഷം, എനിക്കൊരു 17-18 വയസ്സ് 19 വയസ്സൊക്കെ ഉള്ളപ്പോൾ കഠിനമായിട്ട് എന്നെ ജിമ്മിൽ വിടുകയും അതിന് വേണ്ടുന്ന ഭക്ഷണമുറകളൊക്കെ അപ്പം തരുമായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അപ്പൻ്റെ ബ്ലെസ്സിങ് അതിന് പിന്നിലുണ്ട്. അതുപോലെ തന്നെ ശ്രേയസിന് അപ്പച്ചൻ മരിക്കുന്നതിൻ്റെ തലേദിവസം പറഞ്ഞ ഒരു ബ്ലെസ്സിങ് വാക്കാണ്, ഇവൻ വലിയവനാകും, പക്ഷേ അവനെ നോക്കി കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞൊരു വാക്ക്. ഇവൻ ഞാനും അല്ല നീയും അല്ല, അതിൻ്റെ അപ്പുറത്തോട്ട് ദൈവവിനെ എത്തിക്കും. അപ്പം തീർച്ചയായിട്ടും അപ്പച്ചനൊക്കെ പ്രാർത്ഥിച്ച പ്രാർത്ഥന, അമ്മച്ചിയും അതുപോലെ തന്നെ പാവം, അയ്യോ പാവമായിട്ട് ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ എല്ലാം ബ്ലെസ്സിങ് ഉണ്ട്. കാരണം മരിക്കുന്നതിൻ്റെ തലേ ദിവസം എന്നെ വിളിച്ച്, തറവാട്ടിൽ ആരും ഇല്ല അന്നേരം, അവരൊക്കെ എവിടെയോ പോയേക്കണേണ്, വിളിച്ചിട്ട് തലയെ പിടിച്ചൊക്കെ അനുഗ്രഹിച്ച്. അപ്പം ഞാൻ ഇവളോട് പറഞ്ഞു, അമ്മച്ചി മരിച്ചു പോകുന്നു, ഒന്ന് പോവാൻ മനുഷ്യ, നിങ്ങളുടെ അമ്മച്ചി ഇപ്പോഴൊന്നും മരിക്കില്ലെന്ന് പറഞ്ഞു. പക്ഷേ പിറ്റേ ദിവസം അതൊരു കുറ്റബോധമായി. അമ്മച്ചി അതൊരു അവസാനത്തെ തലയെ പിടിച്ചൊക്കെ അനുഗ്രഹിച്ച് കെട്ടിപ്പിടിച്ച് കരഞ്ഞൊക്കെ വിട്ട്. അപ്പം ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് കാശ് കൊടുത്തപ്പോൾ കാശൊക്കെ മേടിക്കാൻ ചാടി വീണ അമ്മച്ചി അന്ന് ഇങ്ങോട്ട് തിരിച്ചു തരാൻ വേണ്ടി കുത്തിമറിഞ്ഞ് ഇതാക്കി. പക്ഷേ ഞാനത് നിർബന്ധപൂർവ്വം അമ്മച്ചിക്ക് കൊടുത്തിട്ട് വന്ന് അവസാനത്തായിരുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ, നിങ്ങളുടെ മാതാപിതാക്കളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് അവർക്ക് ചായ കുടിക്കാൻ കഞ്ഞിക്ക് വകേണ്ട ഒന്ന് അന്വേഷിക്കേണ്ടതൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എല്ലാം കൂടി ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഭാരമായിട്ടെടുക്കാൻ, പക്ഷേ എന്തോരം കാശ് നമ്മൾ അടിച്ചു പൊളിച്ചും അല്ലേ ആഡംബരങ്ങളിലൊക്കെ ചിലവഴിക്കുമ്പോൾ നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ നോക്കിയിട്ടുണ്ടെങ്കിൽ, ഞാൻ 5 വർഷം എറണാകുളം പോപ്പുലറിൽ ജോലി എടുത്തു, 6 വർഷം ICCയിൽ വർക്ക് ചെയ്തു, പിന്നെ 2 വർഷം ഒരു ഫിഷിംഗ് നെറ്റ് മെഷീൻ ഓപ്പറേറ്ററായിട്ട് വർക്ക് ചെയ്തു, 2 വർഷം കാക്കനാട് സെസ്സിൽ ജോലി എടുത്തു. അപ്പോൾ എത്ര വയസ്സായെന്ന് ചോദിക്കുമല്ലേ. പിന്നെ 2 വർഷം വേറെ എൻജിനീയറിംഗ് സ്ഥാപനത്തിൽ ജോലി എടുത്തു. അങ്ങനെ പല പല മേഖലകളിലായിട്ട് ഇതൊക്കെ വലിയ വലിയ ലിസ്റ്റിൽപ്പെട്ട കാര്യമാണ്, ചെറുതും വലുതുമായിട്ട് ഒത്തിരി ജോലികളെല്ലാം, എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറായിരുന്നു അല്ലേ. അപ്പോൾ അങ്ങനെ 50 രൂപ കൂട്ടി വെച്ചിട്ട് ഒരു പൊട്ട സ്കൂട്ടർ ആദ്യമായിട്ട് മേടിച്ചത് ചേതക്കിൻ്റെ. പക്ഷേ ദൈവം ഇന്ന് ആ മേഖലയിലൊക്കെ 50 രൂപ കൂട്ടി വെച്ച് മേടിച്ചിട്ട് ഇരുന്ന സീറ്റൊക്കെ അടിയിലോട്ട് പോകും, സ്പ്രിങ്ങൊക്കെ ഒടിഞ്ഞ്. പക്ഷേ ഇന്ന് ദൈവം മക്കൾക്കെല്ലാം വണ്ടി, വാഹനങ്ങൾ, സൗകര്യങ്ങളെല്ലാം, ഇത് പൊങ്ങച്ചം പറയാൻ വേണ്ടിയല്ല, ഞങ്ങളുടെ അനുഭവങ്ങളാണ്. ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് ഇവിടെ വന്നത്. ഒരു ആസ്പെറ്റോസ് ഇട്ട വീട് ആണ്, പക്ഷെ അതിൽ ഒന്ന് റീകണ്ടീഷൻ ചെയ്ത് താമസിക്കാനുള്ള ദൈവം ഇവിടം വരെ എത്തിച്ചു. അപ്പോൾ ആ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നട്ടതെല്ലാം എന്തായി മാറും, പൊന്നായി മാറും. കുടുംബം എന്ന് പറഞ്ഞാൽ എന്താ, ഉണ്ടാണ്. ഭൂകമ്പമാണോ? ഭൂകമ്പം ഉണ്ടാകാറുണ്ടോ? കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകണം. ഇമ്പം ഉണ്ടെങ്കിൽ എന്ത് വേണം? വിശ്വകുർബാന വേണം, പ്രാർത്ഥന വേണം, മാതാപിതാക്കളുടെ മാതൃ വേണം. മാതാപിതാക്കൾ തമ്മിൽ ഇടി പിടിച്ചിട്ട് മക്കളോട് നേരെ നടക്കുന്നവരെ നടക്കുമോ? ഒരിക്കലും നടക്കാനായിട്ട് പോകുന്നില്ല. അല്ലെങ്കിൽ അവർ ഇത്തിരി മാറിപ്പോയാലും ഇത്തിരി അകന്നു പോയാലും നമ്മൾ ദൈവത്തോട് ചേർന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവർ മാറിപ്പോയാലും അവരതിലോട്ട് വന്നോളും അല്ലേ. അപ്പം അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഒരുമിച്ച് യാത്രകളൊക്കെ പോകും. പിന്നെ മക്കളെ പണ്ട് മുതലേ ക്രിസ്ത്യൻ ധ്യാനവും എല്ലാ വർഷവും കുടുംബസമേതം പോയി കൂടും. അപ്പം അതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനം, ജീവിതത്തിൽ കുറവുകളും പാളിച്ചകളും ഒന്നും ഇല്ലാത്ത ആരുമില്ല, എല്ലാം കഴിഞ്ഞവരാരുമില്ല. പക്ഷേ ഏത് പ്രതിസന്ധിയിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഇങ്ങനെ ഇരുന്ന് അഹങ്കാരത്തോടെ പറയാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. അപ്പം എനിക്ക് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയ ദാനമാണ് ആര്?
ഈ ജീവിത പങ്കാളി. സുഭാഷിതം 30:30 പറയുന്നുണ്ട്, ദൈവഭക്തിയുള്ള സ്ത്രീ പ്രശംസ അർപ്പിക്കുന്നു. ഹലോ, ഹായ്, കൺഗ്രാജുലേഷൻ. പിന്നെ രണ്ടാമത്തെ കാര്യം ഇതാണ്, 1 തിമോത്തി 2:10 പറയുന്നുണ്ട്, ദൈവഭയമുള്ള സ്ത്രീകൾക്ക് യോജിച്ച വീതം സൽപ്രവൃത്തികൾ കൊണ്ട് അവർ സമലങ്കൃതരായിരിക്കണം എന്നും പറഞ്ഞ് പെണ്ണിനെ കാലിൻ്റെ ചുവട്ടിൽ വെക്കാനല്ല. ആ കാലമൊക്കെ പോയി. രണ്ടുപേർക്കും തുല്യാവകാശം തരാറുണ്ട് അല്ലേ? തുല്യാവകാശത്തിലാണ് പോയിരിക്കുന്നത്. പിന്നെ 1 പത്രോസ് 3:4 പറയുന്നുണ്ട്, ബാഹ്യമോടിയങ്ങളായ പിന്നിയ മുടി പിന്നെയാണേട്ടേക്കട അല്ലേ, സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല, ഭയങ്കര വില കൂടിയ പട്ടുവസ്ത്രം. നമ്മളൊരു കാര്യം കൂടെ ചെയ്യുന്നുണ്ടല്ലോ, അതും കൂടെ പറയണ്ടേ. പഴയ വസ്ത്രങ്ങൾ ഞാനൊക്കെ, നിങ്ങൾക്ക് ഇവരുടെ അപ്പനൊക്കെ ഗൾഫിലായതുകൊണ്ട് ചിലപ്പോൾ വസ്ത്രത്തിനൊക്കെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. എന്നാലും അത്രക്ക് ഞാനൊക്കെ മറ്റുള്ളവരുടെ പഴയ ഡ്രസ്സുകളൊക്കെ വെട്ടി ചെറുതാക്കിയൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലും ചെറുതാക്കാൻ കൊടുത്താൽ മേടിക്കാൻ പറ്റാത്ത അത്ര അപ്പൻ്റെ ബിസിനസ്സൊക്കെ തകർന്ന്, അതുപോലെ പിന്നെ സാമ്പത്തിക തകർച്ചകളൊക്കെ വന്നിട്ടുണ്ടല്ലോ. അടിഞ്ഞ് താഴെ പോയി എന്ന് പറയുന്ന പോലത്തെ അവസ്ഥ. അപ്പോൾ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ അറിയാനായിട്ട് പറ്റും. അതുകൊണ്ട് കുറേ വർഷങ്ങളായി നമ്മൾ ഈ പഴയ വസ്ത്രങ്ങൾ കളക്ട് ചെയ്യും. പിന്നെ പെരുന്നാളൊക്കെ വന്ന സമയത്ത് വഴി കിടക്കുന്നവർക്ക് പുതപ്പും, പിന്നെ അനാഥമന്ദിരത്തിലുള്ളവർക്ക് പുത്തൻ പുതപ്പ്, ഭക്ഷണപ്പൊതികൾ കൊടുക്കുന്നു. ഉടമ വിശപ്പിൻ്റെ വെളിയെന്നും പറഞ്ഞൊരു ശുശ്രൂഷയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, 10-60,000 പേർക്ക് ഭക്ഷണം കൊടുക്കുന്നു. ഒരു കുക്കിനെയും വെച്ചല്ല, നമ്മൾ ജോളിയുടെ സ്വന്തം കൈ കൊണ്ട് ലീഡ് ചെയ്യുന്നു. ഞങ്ങളൊക്കെ ഹെൽപ്പറായിട്ട് ജോലി എടുക്കുന്നു, പാക്ക് ചെയ്ത്. ചിലപ്പോൾ ജനമൈത്രി പോലീസ് നമ്മുടെ കൂടെ ഉണ്ടാകും കൊണ്ടുപോകാൻ വേണ്ടി. വേറെ സപ്പോർട്ട് ആരും ഇല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് പോകും. ചിലപ്പോൾ മക്കളും അതുപോലെ ശ്രേയസിനോടൊന്ന് കൊണ്ടുപോയി കൊടുക്കണമെന്ന് പറഞ്ഞാൽ, ഇനി നൈറ്റൊക്കെ അല്ലെങ്കിൽ ഉറക്കൊഴിഞ്ഞൊക്കെ ക്ഷീണിച്ചൊക്കെ വന്ന് കിടന്നാലും അവനും കാര്യങ്ങൾ, മക്കളെല്ലാവരും. സ്നേഹാമേരിയൊക്കെ വെളുപ്പിന് 4 മണിക്ക് എഴുന്നേറ്റിരുന്ന് അല്ലേ, അവരുടെയൊക്കെ ജീവിതത്തിൽ ഇതൊക്കെ വലിയ കോടി പുണ്യമാണ്. സവാളയും ഉള്ളിയും മുളകൊക്കെ അരിഞ്ഞ് തരും, അനുഗ്രഹം അല്ലേ. ഇന്നിപ്പോൾ എല്ലാ കാര്യത്തിലും അനുഗ്രഹം വന്ന് സഹായിച്ചു. അവർക്കൊക്കെ ഒരുപാട് പഠിക്കാനൊക്കെ ഉണ്ടെങ്കിലും അതോടൊപ്പം ഒരു കാര്യം കൂടെ ചെയ്യൂട്ടാ. എന്തെല്ലാം പേരാണെന്ന് ദൈവം നിങ്ങളുടെ ഒരു ഷെഫാക്കി മാറ്റി. 2 കൊല്ലം YMCA റെസ്റ്റോറൻറ്റ് നടത്തി ഇല്ലേ. സായിപ്പൊക്കെ വന്നിട്ട് കൈയടിച്ചിട്ടില്ലേ, ഭക്ഷണം കഴിച്ചിട്ട് ടിപ്പൊക്കെ തന്നിട്ടില്ലേ. അത്യാവശ്യം ദൈവത്തിന്റെ കൃപ കൊണ്ടാണ്. അതുപോലെ തന്നെ കൗൺസിലിംഗ് ശുശ്രൂഷയിലായാലും ഞങ്ങൾ വചനപ്രഭാഷണ മേഖലയിലായാലും, ഇതുകൂടാതെ ഒരു കാര്യം, കഴിഞ്ഞ 6-7 വർഷമായിട്ട് കുറേ അധികം പിള്ളേരെ വിദ്യാഭ്യാസം ട്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നു. ട്യൂഷൻ എന്ന് പറയാൻ പറ്റത്തില്ല, നല്ലൊരു കോച്ചിങ്, പഠിപ്പിക്കലും മാത്രമല്ല നല്ലൊരു മോട്ടിവേഷൻ. അവിടെ പിള്ളേർക്ക് കളികളുണ്ടാകുമായിരുന്നു, മത്സരങ്ങൾ നടക്കും, അവരുടെ ആഘോഷങ്ങൾ നടക്കും അല്ലേ. വിശേഷ അവസരങ്ങൾ വരുമ്പോൾ ശരിക്കും ഒരു കുടുംബത്തിൻ്റെ ഈസ്റ്ററും എല്ലാം വരുമ്പോൾ ഒരു കുടുംബത്തിൻ്റെ അന്തരീക്ഷമാണ്. പിള്ളേരൊന്ന് റിലാക്സ് ആക്കും. അങ്ങനെയുള്ള ഒരു കുറേ വർഷമായിട്ട് ഓരോ വർഷം ഒരു 30 തൊട്ട് 40 വരെയും പിള്ളേർ. അത് എത്ര തൊട്ട് വരെ? LKG 12ാം ക്ലാസ് വരെ, സിവിൽ എഞ്ചിനീയർ വരെയും പഠിച്ചു പോയിട്ടുണ്ട്. മക്കളും ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇതുവരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അത്യാവശ്യം പോയിരിക്കും. നമ്മളൊന്ന് മീശയൊക്കെ പിരിച്ചു വെച്ചാൽ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിള്ളേര് പേടിപ്പിക്കാനല്ല, പിള്ളേർക്ക് ഇഷ്ടമാണ്. ആ വർത്താനൊക്കെ പറയും. എന്തെങ്കിലും മിഠായിയൊക്കെ എനിക്ക് ആരെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് തന്നെ ലഡു ആ മിഠായിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പലഹാരങ്ങളൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഇതിനൊക്കെ പരിധിയില്ല. അപ്പോൾ പിള്ളേർക്കൊക്കെ പങ്കിട്ട് കൊടുക്കും. സ്നേഹമാണ് പിള്ളേർക്കൊക്കെ വേണ്ടത്. പിന്നെ നമ്മൾ ഈ കുഞ്ഞുങ്ങളോടൊക്കെ സ്നേഹത്തോടെ പെരുമാറിയ നമ്മളൊന്ന് ഇരുന്ന് കൊടുത്താൽ മതി. അവരെ കെയർ ചെയ്യാൻ, അവരെ കേൾക്കാൻ അല്ലെ, വിശേഷങ്ങളൊക്കെ പറഞ്ഞ് എന്നും പറഞ്ഞിട്ട്. ഇടിയാണ് അങ്കിളെ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഇടിയാണ് ഞാൻ ആദ്യം പറഞ്ഞെന്ന് പറയാം. അപ്പോൾ സമ്മാനമൊക്കെ കൊടുക്കും. അതെല്ലാം വലിയ അനുഭവങ്ങളാണ്. അങ്ങനെ ഈ ജീവിതം. പിന്നെ എല്ലാ വെള്ളിയാഴ്ച ഇവിടെ പ്രാർത്ഥിക്കാൻ ആൾക്കാർ വരും. ഞങ്ങൾ പല സെൻറ്ററുകളിൽ ചിറ്റൂർ പോവും. അതുപോലെ IMSൽ പോട്ടാശ്രമത്തിൽ ഒത്തിരി വേദികളിൽ പ്രസംഗിച്ചിട്ടുണ്ട്. കേരളത്തിനകത്തും പുറത്തുമായിട്ട് പല വേദികളിലും പ്രസംഗിച്ചു. ഷാലോൺ TVയും ഗുഡ്നസ് TVയും നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ പ്രോഗ്രാമുകൾ ഷൂട്ട് ചെയ്ത് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വലിയ അംഗീകാരമാണ്. 2 പുസ്തകം, പരിശുദ്ധാത്മാവെ നയിച്ചാലും അത്ഭുതങ്ങളും താക്കോലും, ഓർക്കണുണ്ടോ? ഞങ്ങൾ 2 പേരും പകുതി എഴുതിയിരിക്കുന്ന പുസ്തകം. അങ്ങനെ സംസാരിക്കാത്ത കുട്ടി സംസാരിച്ച അത്ഭുതം വരെ ഉണ്ടായി പുസ്തകം പ്രസിദ്ധീകരിച്ചപ്പോൾ, ഓർക്കണില്ലേ? അപ്പം അങ്ങനെ
ഒത്തിരി ദൈവാനുഗ്രഹങ്ങൾ ഒന്നുമില്ലായ്മയിൽ നിന്ന്, സീറോയിൽ നിന്നാണ് ആരംഭിച്ചത്. പക്ഷേ ഇവിടം വരെ ദൈവം മക്കളെല്ലാം ഇവിടം വരെ എത്തി. ദൈവ ശുശ്രൂഷ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. സഹനങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, വെല്ലുവിളികളുണ്ട്. പക്ഷെ അതിലെല്ലാം ദൈവമാതാവിൻ്റെ മധ്യസഹായം ഞങ്ങൾക്കുണ്ട്. തിരുസഭാ മാതാവിൻ്റെ ആ താങ്ങും തണലും നമുക്കുണ്ട്. ഒത്തിരി വൈദികർ, സിസ്റ്റേഴ്സ്, ആത്മായ പ്രേക്ഷിതർ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ സപ്പോർട്ട് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും വിവിധ അവസരങ്ങൾ സഭയിൽ പ്രവർത്തിക്കാൻ വിവിധ വേദികൾ ഞങ്ങൾക്ക് തരുന്നു. എല്ലാ 2ാം ശനിയാഴ്ചയും 4ാം ശനിയാഴ്ചയും പാലാരിവട്ടം YMCAയിൽ 1 മണി മുതൽ 4 മണി വരെ തിരുരക്താഭിഷേക ശക്തീകരണ ധ്യാനം. അത്രയും നേരം കൊണ്ട് അത് വന്നു കൂടി നോക്കിയിട്ട് പറഞ്ഞാൽ മതി. 3 മണിക്കൂറേ ഉള്ളൂ. അതുകൊണ്ടാണ് ആ ശുശ്രൂഷ ഇപ്പോഴും നിലനിൽക്കുന്നത്. 2ാം ശനിയാഴ്ചയും 4ാം ശനിയാഴ്ചയും പാലാരിവട്ടം YMCAയിലാണ് പ്രോഗ്രാം നടക്കുന്നത്. അപ്പം അങ്ങനെ ഞങ്ങളുടെ ആത്മീയ ജീവിതവും കുടുംബജീവിതം എല്ലാം പോകുന്നു. എല്ലാ ശനിയാഴ്ചകളിലും ഒരു പരിപാടി ഉണ്ട്. അതിനെക്കുറിച്ച് പറയാത്ത ഗൂഗിൾ മീറ്റ്. നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് കിട്ടിയിട്ടില്ലാത്തവരാണെങ്കിൽ വാട്സാപ്പിലൂടെയോ അല്ലെങ്കിൽ ഒന്ന് വിളിച്ചാൽ ആ ലിങ്ക് കൂടാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ശനിയാഴ്ച വൈകിട്ട് 7:30 മുതൽ 9 വരെ വർഷങ്ങളായി ഭക്ഷണം തെരുവിലലഞ്ഞ് കിടക്കുന്നവർക്ക് അനാഥർക്കും കൊടുക്കുന്ന ഭക്ഷണം ആരും നിർബന്ധിച്ചിട്ടോ ഒന്നും തുടങ്ങിയതല്ല. ദൈവാത്മാവ് ആരംഭിച്ച ആ കാര്യം ഇപ്പോഴും ഭംഗിയായിട്ട് പലരും ചോദിക്കും ഇത് എങ്ങനെ നടക്കും, എങ്ങനെ സാധിക്കും, എങ്ങനെ വിശേഷാവസരങ്ങൾ വരുമ്പോൾ ഏത് വെഡിങ് ആനിവേഴ്സറി, ആണ്ട്, ജന്മദിനം, പിന്നെ വരതാമസം, അല്ലെങ്കിൽ ശമ്പളം കിട്ടിയത്, ജോലി കിട്ടിയത്, പ്രിയപ്പെട്ടവരുടെ ഓർമ്മകളൊക്കെ വരുമ്പോൾ അതിൻ്റെ ഒരു പങ്കായിട്ട് എന്തോരം നമ്മൾ അടിച്ചു പൊളിച്ച് ദൂർത്തടിച്ചൊക്കെ മനുഷ്യർ കളയും. അപ്പം ചില നല്ല മനുഷ്യർ പറയും ഒരു 50 പേർക്ക് ഭക്ഷണം കൊടുക്കും, ഒരു 100 പേർക്ക് ഭക്ഷണം കൊടുക്കും. ആർക്ക്? അതാണ് ദൈവസന്നിധി എണ്ണപ്പെടുന്നത്. 150 പേർക്ക് കൊടുക്കും. ഒരു 150 തൊട്ട് 250 പതി വരെ പുഷ്പം പോലെ പോകും. എറണാകുളം പട്ടണത്തിൽ അലഞ്ഞു തിരിഞ്ഞ് വഴിയരിയിലും കടത്തിണ്ണയിലൊക്കെ കിടക്കുന്നുണ്ടാവും. നിങ്ങൾ എങ്ങനെ ഇവരെ കണ്ടെത്തണമെന്ന് പലരും ചോദിക്കും. അത് തന്നെ ഞങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത കാര്യം. ദൈവം ഞങ്ങളുടെ കണ്ണിലും തരും, അവരുടെ കണ്ണിലും തരും. ഇതുവരെ ഒരു ചോറുപതിയും പോലും ബാക്കി കൊണ്ടുവന്നിട്ടില്ല. അവരനുഗ്രഹിക്കുന്ന അനുഗ്രഹം കേട്ട തലമുറയുടെ അങ്ങേറ്റം വരെ എത്തും. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ ഇപ്പോഴും അല്ലേ, കോവിഡിൽ കൂടെ, പ്രളയത്തിൽ കൂടെ, പിന്നെ സ്വദേശികളിൽ നിന്നുണ്ടായ എതിർപ്പുകൾ, വിജാതിയരുടെ ഇടയിലാണ് ഞങ്ങൾ ഒരു ഭവനം മാത്രമാണ് അതിൻ്റെ നടുക്കുള്ളത്. പക്ഷേ ഇവിടെ എല്ലാം പല എതിർപ്പുകളും ഗൂഢാലോചനകളും എല്ലാം ഉണ്ടായപ്പോഴും ദൈവം ഇരട്ടി ശക്തിപ്പെടുത്തി അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ച് ഇവിടം വരെ എത്തിച്ച് അതിനെല്ലാം ദൈവത്തിന് നന്ദി പറയുന്നു. അപ്പോൾ ബാഹ്യമോടിയായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ അല്ല, വിശേഷ വസ്ത്രങ്ങളായ അല്ല നിങ്ങളുടെ അലങ്കാരം, പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യ ശാന്തമായ ആത്മാവാകുന്ന അനശ്വര രത്നം അണിഞ്ഞ ആന്തരിക വ്യക്തിത്വം. ഇത് പുരുഷന്മാരോടും ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ആന്തരിക സൗഖ്യം പ്രാപിച്ചില്ല എങ്കിൽ പങ്കാളിക്ക്, ഭാര്യയ്ക്ക് ഭർത്താവിനെയും, ഭർത്താവ് ഭാര്യനെ സ്നേഹിക്കാൻ പറ്റത്തില്ല. സങ്കല്പത്തിലെ ഭർത്താവിനെയും ഭാര്യനെയും വിവാഹം കഴിക്കുമ്പോൾ ഒഴിച്ചും കൂടാൻ എല്ലാ മനുഷ്യനും സങ്കല്പമുണ്ട്. പലരുടെയും വിവാഹം നടക്കാത്തതിൻ്റെ കാര്യം ഇതാ. എന്നോട് ഒരാൾ പറഞ്ഞതാ, കോളേജിൽ പഠിച്ചപ്പോഴും ബസ് സ്റ്റോപ്പിൽ നിന്നപ്പം കണ്ടതിനൊന്നും പെണ്ണ് കാണാൻ പോയിട്ട് കണ്ടെത്തുന്നില്ല. സുന്ദരനെ മാത്രം അന്വേഷിച്ച് കിടക്കുന്നത്. അപ്പോൾ എല്ലാ ക്വാളിറ്റിയുമുള്ള ആരും ഇല്ല. അതുപോലെ ജീവിതത്തിൽ കിട്ടി എന്ത് ചെയ്യണം? സങ്കല്പത്തിലുള്ളതിനെ ഒഴിച്ചു മൂടുക. ദൈവം തന്നതിൻ്റെ കൂടെ ഹലോ എന്നും പറഞ്ഞ് ഇന്ന് മുതൽ മരണം വേർപെടുത്തുന്നവരെ, അതാണ് നമ്മളെടുക്കുന്ന പ്രതിജ്ഞ. പിന്നെ മത്തായി 19:11 അങ്ങനെയാണെങ്കിൽ ഇത് ആർക്ക് സാധിക്കും? 10-11. മത്തായി 19:10-11 വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.